എൻ്റെ പേര് ഷാനു മാത്യു. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്ന് വരുന്നു. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ അമ്മ മുഖാന്തരമാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും. 2023 ജൂൺ 11 ഞാൻ ആദ്യമായോ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഞാനിവിടെ ഒന്നാമത് പറയുന്നു. ആദ്യമായി ഞാൻ സൗദി മിനിസ്ട്രിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് മസ്കറ്റിലും എൻ്റെ കുഞ്ഞു നാട്ടിലുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് നിൽക്കാൻ ഞങ്ങളുടെ ആഗ്രഹത്തിൽ മസ്കറ്റിലേക്ക് 3 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു. ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു, സൗദി ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ തീരുമാനിച്ചു, OET ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ OET പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. OET പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി മസ്കറ്റിലെ ഡിഫൻസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വളരെ ടഫായൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ എൻ്റെ ചെയറിൽ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ ആ ചെയറിൽ പ്രാർത്ഥിച്ചു. കാശുരൂപം മുറുകെ കൈ പിടിച്ചു. അവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത്രയും നാൾ ഞാൻ പഠിച്ചില്ല, എനിക്കൊന്നും പറയാനൊക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവരെന്നോട് ചോദിച്ചത്. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഉറപ്പായിട്ടും ഈ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകില്ല, ഞാൻ തോൽക്കും. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ എനിക്ക് റിസൾട്ട് വന്നു, മെയിൽ വന്നു, യു ആർ സെലക്റ്റഡ് എന്ന്. ഞാൻ പറയുന്നു, എൻ്റെ കഴിവുകൾ കൊണ്ട് കിട്ടിയതല്ല ആ ജോലി, എനിക്ക് പരിശുദ്ധ അമ്മ തന്നതാണ്, തിരുക്കുമാരൻ വഴി എനിക്ക് തന്ന ജോലിയാണ്. അപ്പോഴാണ് ഒരു 4-5 മാസമായിട്ട് ഈ ജോലിയെക്കുറിച്ച് ഒരു അനക്കവും ഇല്ല, ഒരു മെയിലും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3 മാസം രണ്ടാമത് പ്രഗ്നൻ്റായി. അതിനുശേഷം അവർ മസ്കറ്റിൽ നിന്ന് മെയിൽ വന്നു, എൻ്റെ ഓഫർ ലെറ്ററും ബാക്കി റിക്വയർമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ആ കൂട്ടത്തിൽ എനിക്ക് മെഡിക്കൽ ചെയ്യണമായിരുന്നു. ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് മെഡിക്കൽ ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു. അത് ഉള്ളിലുള്ള ഫീറ്റസിന് ബാധകമല്ലാൽ ഒരു മെഡിക്കൽ സെൻറ്ററും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ മസ്കറ്റിലോട്ട് കോൺടാക്റ്റ് ചെയ്തു, മെയിൽ അയച്ചു. അപ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞു, ഇനി ഫ്യൂച്ചറിൽ ഒന്നും കൂടെ സിസ്റ്റർ ട്രൈ ഇപ്പം ഇനി വേണ്ട എന്ന് പറഞ്ഞു. അന്നേരം ആ ജോലി ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. ഇനി കിട്ടില്ല, കാരണം മെഡിക്കൽ ചെയ്യാതെ ഒരു ഹോസ്പിറ്റലുകാരും എന്നെ സ്വീകരിക്കില്ല. അങ്ങനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഓഗസ്റ്റിൽ എൻ്റെ 24 ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ 1 മാസം വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ ഞാൻ സ്വയം റിസ്ക് മെഡിക്കൽ ചെയ്ത് അയച്ചു. അതിനുശേഷം ഞാൻ അവർക്ക് മെയിൽ അയച്ചു എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്. അവരെന്നോട് ചോദിക്കുമോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇത്രയും നാളും എന്ന് പറഞ്ഞ്. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അത് അമ്മയുടെ സാന്നിധ്യമാണ്. ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്നത് എനിക്കിതിലൂടെ മനസ്സിലായി. അമ്മ അവിടെ ഇടപെട്ടു അവരുടെ ഇടയിൽ. അതിനുശേഷം എൻ്റെ വിസ ഈ മാസം 10 വന്നു. ഈ വെള്ളിയാഴ്ച ഞാൻ മസ്കറ്റിലേക്ക് പോവുകയാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാം. ഞാൻ ആഗ്രഹിച്ച നല്ലൊരു സാലറിയിൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് അവിടെ ഒരു ജോലി റെഡിയാക്കി. രണ്ടാമതായി ഞാൻ ഉടമ്പടിയിൽ എൻ്റെ സഹോദരന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ബ്രദർ ഒരു ബിടെക്കുകാരനാണ്. 1 വർഷമായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നു. അവൻ ആഗ്രഹിച്ച രീതിയിലൊരു ജോലി കിട്ടിയില്ല. ഞാൻ ഉടമ്പടിയിലൂടെ എൻ്റെ ബ്രദറിന് നിയോഗം സമർപ്പിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ആ ഡേറ്റിനുള്ളിൽ എൻ്റെ ബ്രദറിനൊരു ഓൺലൈൻ സൂം ഇൻ്റർവ്യൂ വന്നു. അവൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. എൻ്റെ ബ്രദർ ഇപ്പം അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. സന്തോഷത്തോടെ പോകുന്നു. ഇപ്പം എൻ്റെ പ്രഗ്നൻസി സമയത്താണെങ്കിൽ എൻ്റെ 7 മാസം എൻ്റെ ലോ ലൈൻ പ്ലാസൻ്റ് ആയിരുന്നു 7 മാസം വരെ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ എക്സ്പയർഡായി. എനിക്കെൻ്റെ പാസ്പോർട്ട് പുതുക്കണമായിരുന്നു. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പുതുക്കാൻ പോയി. അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു വണ്ടിക്ക് വേണ്ടി. അന്നേരം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു. തലകറങ്ങാൻ പോകുന്ന പോലെ എന്തോ ഒന്ന് ഫീൽ ചെയ്തു. ആ സമയത്ത് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് എന്നെ താങ്ങി പിടിച്ചു. അതെൻ്റെ പരിശുദ്ധ അമ്മയാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ആ സമയത്ത് താഴെ വീണിരുന്നെങ്കിൽ അതെൻ്റെ കുഞ്ഞിന് ദോഷമായിരുന്നു. എൻ്റെ അമ്മ എന്നെ സംരക്ഷിച്ചു. പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് എൻ്റെ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്, സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഉടമ്പടി തൈലത്തിലൂടെ ഒരുപാട് പേർക്ക് സൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും അവർക്ക് ഉടമ്പടി തൈലം. എൻ്റെ കാരുണ്യ പ്രവർത്തനമാണെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കും, അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, പത്രം വിതരണം ചെയ്യും. ചില രോഗികളൊക്കെ എന്നോട് എതിർക്കും, അച്ഛൻ പറയുന്ന പോലെ ഒന്നും പറയേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നപോലെ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓട്ടോ സ്റ്റാൻഡുകളിൽ പോവും, പത്രം വിതരണം ചെയ്യും. അനാഥാലയങ്ങളിൽ ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് അനാഥാലയങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിനുള്ള ഫുഡിനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തനം.